എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനമായിട്ട് മാറുന്ന നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ശ്രുതിയും മീരയും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ശ്രുതിയെ രക്ഷിക്കാൻ തന്നെ മീര തീരുമാനിച്ചു. കാരണം ഇത്രയും നാളും മലേഷ്യ മലേഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ ശ്രുതിയെ. മലേഷ്യ ആരും ഇതിലായിട്ടും വന്നിട്ടില്ല. ഇനിയും അവിടെ നിന്ന് ആരും വന്നില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവുമെന്ന് ശ്രുതിക്ക് മനസ്സിലായി. അങ്ങനെ മീരയുടെ സഹായം തേടി. പിന്നീട് മീര പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മലേഷ്യ എന്നാന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ടുവരാന്ന് പറയണം. അതെങ്ങനെ സാധിക്കും? അതിനൊക്കെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കസ്റ്റഡിയില്. അഭിനയിക്കാൻ അറിയുന്ന ഒരാളെ കൊണ്ടുവന്നാ പോരെ. നിന്റെ അച്ഛനാന്ന് പറയണ്ട, ഇളയച്ചനാന്നും പറഞ്ഞു കൊണ്ടുവരാം. നിന്റെ ഇളയച്ചൻ അരവിന്ദൻ എന്നാളും വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അയാളാന്നും പറഞ്ഞു കൊണ്ടുവരാം. അപ്പൊ നിന്റെ അമ്മയ്ക്കൊക്കെ വിശ്വാസം ആവുമല്ലോ എന്ന് പറയണം. അതൊക്കെ ശരി, പക്ഷെ അതിന് പറ്റിയ ആള് വേണ്ടെന്ന് ചോദിക്കാം. അതിന് പറ്റിയ ആളെയൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നീ വരാൻ പറയണം. അങ്ങനെ ശ്രുതിയും മീരയും കൂടെ പോകുവാണ്. അങ്ങനെ മീര ഒരു കടയുടെ അടുത്തേക്ക് നിൽക്കുവാണ്. ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതൊരു കശാപ്പ് കട. ഇതെന്താ ഇവിടെ വന്നേക്കുന്നേ? അതിനകത്ത് നിൽക്കുന്ന ആളെ നോക്കാൻ പറയണം. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുമാതിരി പ്രായമുള്ളൊരു പുള്ളിക്കാരൻ അയാൾ നിന്ന് ഇറച്ചി വെട്ടുവാണ്. ഇത് കണ്ടപ്പോഴത്തേനും ശ്രുതി വെച്ച്, ഇയാളെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഇയാൾ തന്നെയാ, ഉദ്ദേശിക്കുന്ന പോലെ അല്ല, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാന്ന് പറയണം. ഇതൊന്നും സെറ്റാകത്തില്ല. പിന്നെ നിനക്ക് ആരെയാ വേണ്ടേ? എടി നിനക്ക് അഭിനയിച്ചാ പോരെ. മലേഷ്യന്ന് ഇന്ന് ഇളയച്ചനാന്ന്. ഈ സെറ്റപ്പ് ഒന്നും ആയിരിക്കില്ല. അയാളെ വേഷമൊക്കെ മാറിക്കഴിയുമ്പോൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം നടക്കും. നീ വരാൻ പറയണം. അങ്ങനെ മീര അങ്ങോട്ട് കയറി ചെല്ലുമ്പത്തിന് അയാൾ ചോദിച്ചു, ആഹാ മീരമോളെ എന്താ വേണ്ടേ? എന്തറച്ചി എന്ത് വേണ്ടതെന്നൊക്കെ ചോദിക്കാം. അതെ ഇപ്പൊ അതൊന്നുമല്ല, ഇങ്ങോട്ട് ഇറങ്ങി വന്നു ചേട്ടൻ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാണെന്ന് പറയും. എന്ത് കാര്യം സംസാരിക്കാണ്ട്? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണേ. ഇനി വല്ല അഭിനയിക്കാനും ആണോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അഭിനയിച്ചു നിങ്ങളുടെ അസോസിയേഷനിൽ വന്ന്. അതിനുശേഷം എന്നെ ആർട്ടിസ്റ്റ് എന്നൊക്കെയാ വിളിക്കണേ. ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് എന്റെ അഭിനയം, ഒറിജിനാലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നിരണ്ട നാടകങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ മീരമോൾക്ക് അറിയാലോ. അങ്ങനെ എന്തെങ്കിലും വേഷം ഇതാക്കിയായിട്ടാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, ഒന്ന് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയാ. സിനിമയ്ക്കകത്തെങ്ങാനും ആണോ? അതെ അതെ, സിനിമയ്ക്കകത്ത് തന്നെയാ, പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയ്ക്കകത്ത. ഇത് കേട്ടതും അയാളൊന്ന് ഞെട്ടി. വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയാം. എന്താ ചേട്ടാ, ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം ആവുന്നില്ലേ? അല്ല ഈ കൂടെ നിൽക്കുന്ന ആരാ? ഇതെന്റെ ഫ്രണ്ടാന്ന് പറയണം. ഓ അങ്ങനെ വരട്ടെ. അല്ല ഉള്ള കാര്യം പറഞ്ഞാണോ മീരമോള്? എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക സിനിമയ്ക്കകത്ത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ മീര വിചാരിച്ച എന്താ സാധിക്കാത്ത? ഉറപ്പായിട്ട് സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ പറ്റുമെന്ന് പറയും. ഓ അത് മതി. അതെ, പ്രശസ്ത നടന്റെ പുതിയ സിനിമയ്ക്കകത്ത് ചേട്ടനെ ഞാൻ വേഷം മേടിച്ചു തരും. എന്റെ ഒരു പരിചയത്തിലുള്ള ഒരാള് അവിടെയുണ്ട്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിനകത്തൊരു ചെറിയ വേഷം ചെയ്യേണ്ട ഒരാൾ വേണം. അപ്പൊ ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ശ്രുതി അമ്പരപ്പോടെ നിൽക്കുക. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണേ? തന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ഇവളിങ്ങോട്ട് വന്നേ. ഇയാൾക്ക് ഇനിയിപ്പം അഭിനയിപ്പിക്കാനായിട്ടാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ആകെപ്പാട് ടെൻഷനായി പോയി ശ്രുതിക്ക്. ശ്രുതി മീരനെ തോണ്ടിട്ട് നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കാം. നീ ഒന്ന് അടങ്ങി നിൽക്കുക എന്ന് പറയണം. പിന്നീട് മീര പറഞ്ഞാലേ, അതിനു മുമ്പ് ചേട്ടനൊരു കാര്യം എനിക്കൊരു ഉപകാരം ചെയ്തു തരണമെന്ന് പറയാം. എന്തുപകാരം ചെയ്തു തരണ്ടേ? ഇതെന്റെ ഫ്രണ്ട് ശ്രുതി എന്ന് പറയണ. അത് മനസ്സിലായി. അതെ, ശ്രുതിയുടെ വീട്ടിൽ ചെന്ന് ശ്രുതിയുടെ ഇളയച്ചനായിട്ട് ഒന്ന് ചേട്ടൻ അഭിനയിക്കണം എന്ന് പറയാം. അതെന്തിനാ അങ്ങനെ അഭിനയിക്കണേ? അതെ, ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെയൊന്ന് അഭിനയിക്കണം. പിന്നെ ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് അയാൾ പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഒരു ഊടായ്പുണ്ടല്ലോ. അപ്പൊ കള്ളത്തരം കാണിക്കാൻ വേണ്ടിട്ടല്ലേ രണ്ടുപേരും കൂടെ വിളിക്കുന്നേ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്നെ അതിനൊന്നും കിട്ടത്തില്ല. അഭിനയിക്കാനെന്ന് പറഞ്ഞാൽ വല്ല സ്റ്റേജൊക്കെ അങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ. അല്ല വീട്ടിൽ ചെന്ന് അഭിനയിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. കള്ളത്തരം കാണിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയണം. അതെ, അതിന് വേറെ ആളെ നോക്കിയോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും മേരി വെച്ചു, അല്ല സിനിമയ്ക്കകത്ത് നമ്മൾക്ക് അഭിനയിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അയാൾക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്ലാവില കാണിച്ച ആട്ടിൻകുട്ടിയെ വിളിച്ചു വരുത്തുന്ന പോലെ മീര അയാളെ വിളിച്ചു വരുത്തുകയാണ്. പെട്ടെന്ന് അയാൾ വന്നിട്ട് പറഞ്ഞു, അഭിനയിക്കണം. എന്നാ പിന്നെ ഞാൻ പറയുന്ന അനുസരിക്കാൻ പറയണം. അല്ല അതിനിപ്പം അതെ ഇത് ചെറിയൊരു ഓഡീഷൻ അവിടെ നടക്കുന്നേ. ഓഡീഷനോ? അതെന്നാ അങ്ങനെ പറഞ്ഞേ? അല്ല ആ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ചേട്ടന് ശരിക്കും അവിടെ അഭിനയിക്കുകയോ ചെയ്യുന്നേ. അങ്ങനെ നമ്മള് സീക്രട്ട് ആയിട്ടുള്ള അഭിനയം നടത്തുന്നത്. കാരണം അവിടെ വന്ന് അഭിനയിച്ച് കഴിയുമ്പോൾ അതെല്ലാം ക്യാമറ പിടിച്ചെടുക്കും. ചേട്ടൻ അഭിനയം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അത് പിന്നെ അവർ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കും. നല്ലതാണെങ്കിൽ ചേട്ടനെ എടുക്കുന്നേ. മനസ്സിലായോ? അല്ലാതെ വരെ ഞങ്ങൾ കള്ളത്തരം ഒന്നും കാണിക്കുന്നല്ലെന്ന് പറയണം കാരണം അയാളെ എങ്ങനെയും പറഞ്ഞു പറ്റിച്ച് ഒന്ന് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഒരു നമ്പർ ഇട്ടാണ് മീര. ആ നമ്പറിൽ അയാൾ വീണു. അങ്ങനെയാണ് കുഴപ്പമില്ല. എന്റെ അഭിനയം അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ.
ഇഷ്ടപ്പെടാൻ നല്ല ഒറിജിനാലിറ്റി വേണമെന്ന് പറയണം. ഒറിജിനാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. ആ വീട്ടിൽ വന്ന് അഭിനയിക്കുമ്പോൾ അവിടെ മൊത്തം ക്യാമറ കാണും. ചേട്ടൻ അഭിനയിക്കുന്ന ഓരോ സീനുകളും ക്യാമറ നന്നായിട്ട് ഒപ്പിയെടുക്കും എന്ന് പറയണം. പിന്നെ ചേട്ടൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും സിനിമയിലേക്ക് ചേട്ടന് ക്ഷണം കിട്ടുന്നതെന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ തകർത്ത് അഭിനയിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ ഒന്ന് രണ്ട് ഡയലോഗ്സ് ഒക്കെ അങ്ങോട്ട് വിടുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, മീരെ നമുക്ക് പോയാലോ, നീ ഒന്ന് അവിടെ അടങ്ങി നിൽക്കാൻ പറയാണ്. അതെ ഞാൻ ഓക്കെയാ എന്ന് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൂട്ടി മീര പോരുവാണ്. പോരുന്ന വഴിക്ക് ശ്രുതി വെച്ച് ഇത് വല്ലതും നടക്കുന്നതാണോ, അയാളെ കണ്ട് എനിക്ക് എത്ര കൂടെ പിടിച്ചിട്ടില്ലെന്ന് പറയാം. എടി നമ്മൾ ആള് കാണുന്ന പോലെയൊന്നുമില്ല, അയാളൊന്ന് വേഷം ധരിച്ചൊക്കെ വന്നാൽ നല്ല ടിപ്പ് ടോപ്പ് ആയിരിക്കും. അയാൾ എത്ര വേഷം ധരിച്ചിട്ടുണ്ടെന്ന് അറിയാം. അയാൾ വലിയൊരു ആർട്ടിസ്റ്റ് തന്നെയാന്ന് പറയണം. ഇത് സെറ്റ് ആകുമോ? സെറ്റ് ആവണമല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട് മീരെ, അതെന്താ, ചുമ്മാ വന്നിട്ട് എന്റെ ഇളയച്ചനാന്ന് പറഞ്ഞിട്ട് പോകാൻ അങ്ങോട്ട് പറ്റില്ല. പിന്നെന്താ, ഇപ്പൊ തന്നെ കണ്ടില്ലേ വർഷയുടെ വീട്ടിൽ നിന്ന് വന്ന് വർഷയുടെ അമ്മ എന്തൊക്കെയാ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. പൊങ്കലിന് വേണ്ടി എത്ര തട്ട് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോ അതുപോലെ പിന്നെ പോരാത്തിന് വർഷയ്ക്ക് പ്രസന്റ് ഒക്കെ കൊടുത്തിരിക്കുവോ. അതുപോലെ തന്നെ എന്റെ ഇളയച്ചൻ വന്നു കഴിയുമ്പോൾ എന്തേലും മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരണ്ടേ. ഈ പറഞ്ഞ രേവതിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നു. അവർക്ക് ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ എല്ലാം മേടിച്ചു കൊടുത്തു. അപ്പൊ അതുപോലെ തന്നെ ഇതേ എന്റെ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് മലേഷ്യയിൽ നിന്ന് വരുമ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിക്കാം. അത് വേണം. അപ്പൊ അതിന് പണം വേണ്ടേ? ഒന്നുമല്ലേലും ശ്രുതിക്ക് ഒരു ചെയിനെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? മലേഷ്യയിൽ നിന്ന് ഇളയച്ചൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ലേന്ന് ചോദിക്കണം. അത് ശരിയാ, അതിന് പണം വേണ്ടേന്ന് ചോദിക്കാം. അതൊരു പ്രധാന പ്രശ്നം. പണത്തിന് നീ എന്ത് ചെയ്യും? നിന്റെ പണം ഉണ്ടോ എന്ന് മേരിയോട് ചോദിക്കാം. എന്റെ കയ്യിൽ എവിടുന്നാ പണം ഇരിക്കുന്നത്? എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരത്തില്ലെന്ന് ചോദിക്കാം. അതിന് എത്ര രൂപ വേണ്ടി വരും? ശ്രുതിയോട് ചോദിക്കാം. ഒരു 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും. എന്നാ പെട്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ മിക്കവാറും എൻ്റെ അമ്മായിമ്മക്ക് നല്ല സംശയവും. അമ്മായിമ്മ പിന്നെ എനിക്കൊരു വിലയും തരത്തില്ലെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പലിശയ്ക്ക് മേടിച്ചാലെന്ന് ചോദിക്കാം. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, പലിശയ്ക്ക് മേടിച്ചാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആര് തരാനാ? അല്ല മുമ്പ് നീ പലിശയ്ക്ക് മേടിച്ചില്ലായിരുന്നോ? അയാളുടെ അടുത്ത് തന്നെ പോയാലോ, ആ ആന്റണിയുടെ അടുത്ത്. ഓ അത് ശരി, അയാൾ തരുമോ ഇനിയിപ്പോൾ? നമ്മൾ പൈസ കൊടുക്കാനുണ്ടല്ലോ അങ്ങോട്ട്. അത് കുഴപ്പമില്ല, നീ പലിശ അടച്ചോണ്ടിരിക്കുന്നല്ലേ? പലിശയൊക്കെ ഞാൻ അടച്ചോണ്ടിരിക്കുന്ന. എന്നാ നീ അങ്ങോട്ട് വാ, നമുക്ക് ധൈര്യമായിട്ട് പോവാം. അയാൾ പൈസ തരാതിരിക്കില്ലെന്ന് പറയാണ്. അങ്ങനെ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് മീര നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ആന്റണിയും സത്യകളും സംസാരിച്ചുകൊണ്ടിരിക്കുക. സത്യയാണെ കമ്പ്യൂട്ടറിനകത്തേക്ക് കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആന്റണി വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ സത്യം ഇതൊക്കെ ഇങ്ങനെ കമ്പ്യൂട്ടറിനകത്തേക്ക് സിസ്റ്റത്തിനകത്തേക്ക് കയറ്റുന്നത് എന്തിനാന്ന് ചോദിക്കാം. അതെ ചേട്ടാ, എപ്പോഴും നമുക്കൊരു കണക്കുകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാം. ഇതൊക്കെ വേണം. കാരണം നാളെ നമുക്കുള്ള ഒരു കണക്കുകളും കാര്യങ്ങളും വേണം. ആർക്കൊക്കെ എത്ര രൂപ കൊടുത്തു എന്നതിനെക്കുറിച്ചൊക്കെ. ഇതൊക്കെ വലിയ നൂലാമാലയാവെന്ന് പറയാം. ഒരു പ്രശ്നമാകത്തില്ല. കാരണം കണക്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ചാൽ അത്യാവശ്യം നമ്മൾ കുറച്ച് ടാക്സ് ഒക്കെ അടയ്ക്കുവാണെങ്കിൽ നമുക്കൊരു ഫിനാൻസ് സ്ഥാപനമായിട്ട് ഇത് വളർത്തിക്കൊണ്ട് വരാമെന്ന് പറയണം. ഇത് കേട്ടോ ആന്റണി പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ? ഞാനാണെങ്കിൽ ആൾക്കാർക്ക് പണം കൊടുക്കുന്ന ഒരു ചെക്ക് ലീഫ് പോലും മേടിക്കാതെയാ. അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ ചെക്കൊക്കെ മേടിച്ചു വേണം പണം കൊടുക്കാനായിട്ട്. നമ്മുടെ കാര്യത്തിന് കൃത്യമായിട്ട് കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതൊരു നല്ല സ്ഥാപനമായിട്ട് മുന്നോട്ട് വളർന്നു പോകത്തുള്ളൂ എന്ന് പറയണം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സത്യാന്ന് ചോദിക്കുക. ഇതൊക്കെ വേണമെന്ന് പറയാം. നിന്റെ ഇഷ്ടം എന്താന്ന് ചെയ്യാൻ പറയാണ്. അങ്ങനെ ആ സമയത്ത് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മഹേഷ് വരുവാണ്. മഹേഷ് വന്നിട്ട് ആന്റണിയോട് പറഞ്ഞു, അതെ എനിക്ക് പലിശ തരാണ്ട് കുറച്ച് സമയം കൂടെ സാവകാശം വേണമെന്ന് പറയാം. ഇത് കേട്ടോ ആന്റണി പറഞ്ഞു, ഇതിപ്പോ 3-4 വട്ടം ആയല്ലോ ഇങ്ങനെ മുടക്കം പറയണേ. അതെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോരാത്തിന് ഓട്ടവും കുറവായിരുന്നു, അതുകൊണ്ടായിരുന്നു പറയണേ. അപ്പോഴാണ് അവിടെ ശരത്ത് ഇരിക്കുന്നുണ്ട്. ശരത്തിനെ കണ്ടു ചോദിച്ചു, നീ എന്താ ശരത്ത് ഇവിടെയെന്ന് ചോദിക്കാം. ഞാൻ ആന്റണി ചേട്ടനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. അപ്പൊ നിനക്ക് കോളേജില്ലേന്ന്? കോളേജിൽ പോയിട്ട് വന്നാന്ന് പറയണം. ഓ അങ്ങനെ. പിന്നീട് ശരത്തിനോട് അയാൾ പറഞ്ഞു, അതെ ഇയാളെ പോലെയൊക്കെ ഉള്ളവർക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് അവസ്ഥ കണ്ടോ? അല്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഇത് കേട്ടോ ശരത്ത് പറഞ്ഞു, ഒരു തവണത്തേക്കൂടെ വിട്, എന്താണെങ്കിലും മഹേഷേട്ടൻ പൈസയൊക്കെ തിരികെ കൊണ്ട് തരുമെന്ന് പറയാം. ശരത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു തവണയും കൂടെ ഞാൻ എക്സ്ക്യൂസ് ആയിരുന്നു. അടുത്ത തവണ പൈസ മുടങ്ങല്ലേ, 2-3 ദിവസത്തിനുള്ളിൽ എന്റെ പലിശ കിട്ടണമെന്ന് പറയണം. അതൊക്കെ ഞാൻ കൊണ്ടുത്തരാം ആന്റണി. എന്താണ് ഇപ്പം ഞാൻ പോട്ടെ, ഒരു 3 ദിവസത്തെ അവധിയും കൂടെ തന്നാൽ മതി എന്ന് പറയണം. ശരി ശരത്ത് പറയുന്നതുകൊണ്ട് മാത്രം വിട്ടേക്കുന്നതെന്ന് പറയണം. പിന്നീട് ശരത്തിനോട് ശരിയിടാന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ശരത്ത് പറഞ്ഞു, അതെന്റെ ചേട്ടന്റെ കൂട്ടുകാരനാ, അതുകൊണ്ടാ പാവങ്ങളാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. അതൊക്കെ ശരി തന്നെ, പക്ഷെങ്കിൽ അറിയാലോ പൈസ കിട്ടിയില്ല ഞാൻ കയറി ഇടയൂന്ന് പറയണം. അത് കുഴപ്പമില്ല, പൈസ കൃത്യസമയത്ത് കിട്ടിയില്ല ചേട്ടൻ എന്താണെന്ന് ചെയ്തോളാൻ പറ. ചേട്ടൻ എന്താണെന്ന് ചെയ്തു, ഞാൻ അതിനകത്ത് ഇടപെടാനൊന്നും വരുന്നില്ലെന്ന് പറയണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശരത്ത് ആ കാഴ്ച കാണുന്നത്. അങ്ങോട്ടേക്ക് മീരയും ശ്രുതിയും കൂടെ കയറി വരുന്നത്. അവരെ കണ്ട ഉടനെ ശരത്ത് പെട്ടെന്ന് പറഞ്ഞു, അതെ ആന്റണി ചേട്ടാ, എന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നുള്ള അവര് വരുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ചെയ്യാൻ കൂടെ മാറി നിൽക്കാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറി പോവാണ്. തന്നെ കണ്ട ഇവിടെ കണ്ട പ്രശ്നമാവെന്നറിയാം. അങ്ങനെ മീര ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുവാണ്. അവരെ കണ്ടതും
ആന്റോണി എന്താ എന്താ വേണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മീര പറഞ്ഞു, ഒരു 2-3 കിലോ അരി വേണമെന്ന് പറയണം. ഇത് അരിക്കടയല്ലെന്ന് അറിയാലോ. ഓ അപ്പൊ അതറിയാലേ. പലിശ കൊടുക്കുന്നിടത്ത് പിന്നെ എന്തിനാ വന്നേന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ ചേട്ടാന്ന് ചോദിക്കാം. ഇത് കേട്ടതും ആന്റണി ചോദിച്ചു, എന്നാ വീണ്ടും പൈസ മേടിക്കാൻ വന്നാണെന്ന് ചോദിക്കാണ്. ഇത് കേട്ട മീരോട് അതേന്ന് പറയണം. അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ പോലും തിരിച്ചു തന്ന് തീർത്തില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, അതിന്റെ പലിശ കൃത്യമായിട്ട് തരുന്നില്ലേന്ന് ചോദിക്കാം. അത് തരുന്നുണ്ട്, കൃത്യമായിട്ട് പലിശ തരുന്ന ഒരാൾ നിങ്ങൾ മാത്രമാണെന്ന് പറയണം. അല്ല ഇപ്പൊ വീണ്ടും എന്തിനാ? അതെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറയാം. പൈസയുടെ ആവശ്യം അതെന്തിനാ? ഒരു 1,00,000 രൂപ വേണമെന്ന് പറയാം. 1,00,000 രൂപയാ? അതേന്ന് പറയണം. ഇത് ശരത്തകത്ത് നിന്ന് കേട്ടു. ഇവർക്ക് എന്തിനാ ഈ പൈസയുടെ ആവശ്യം? വീണ്ടും വീണ്ടും ഇവർ ഇങ്ങനെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് എന്തോ കാര്യമുണ്ടല്ലോ, എന്തോ തരികടയുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, പൈസയൊക്കെ തരാം, പക്ഷെങ്കിൽ അറിയാലോ പൈസയൊക്കെ കൃത്യമായിട്ട് അടയ്ക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ അടച്ചോളാന്ന് പറയാണ്. അങ്ങനെ ഒരു പേപ്പർ സൈൻ ചെയ്ത് മേടിക്കുക. അപ്പോഴേക്കും ശ്രുതി ഒരു ബ്ലാങ്ക് ചെക്ക് അങ്ങോട്ട് കൊടുത്തു. ഇത് വെച്ചോളാൻ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി വേണ്ട, ഈ ചെക്കിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ മീര പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, നീ കൈ മേടിച്ചോളാൻ പറയണേ. അല്ലേ ഇരിക്കട്ടെ തന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്ലാങ്ക് ചെക്ക് അവിടെ മേടിച്ചു വെക്കുവാണ്. പിന്നെ പലിശ കൃത്യമായിട്ട് തരണം, ഒരു മുടക്കം ഉണ്ടാവില്ലെന്ന് പറയണം. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നോളാന്ന് പറഞ്ഞിട്ട് ശ്രുതി മീനയും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോയി കഴിയുമ്പോൾ തന്നെ ശരത്ത് അങ്ങോട്ട് വന്നു. ശരത്ത് വന്നിട്ട് ചോ, എന്നാലും അവർക്ക് എന്തിനായിരിക്കും എപ്പോഴും എപ്പോഴും പൈസ? എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അത് ചേട്ടാ ഇനി വന്ന് പൈസ വെച്ചിട്ട് കൊടുക്കണ്ടെന്ന് പറയണം. അതാണ് നീ അങ്ങനെ പറഞ്ഞ്? എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. അവസാനം എന്റെ വീട്ടുകാരനാന്നും പറഞ്ഞിട്ട് എന്നോട് ഒന്ന് ചോദിച്ചേക്കല്ലേ, എന്റെ എടുത്തു തരാൻ പൈസയൊന്നും ഇല്ലെന്ന് പറയണം. എന്തോ ഒരു ഊടായ്പ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം. ചിലപ്പോൾ ശരിയായിരിക്കും, നീയല്ലേ പറഞ്ഞേ, നീ പറഞ്ഞോണ്ട് ഇനി കൊടുക്കുന്നില്ല. നിന്നെക്കാളും വലുതല്ലോ എനിക്ക് അവരൊന്നും. ഈ പറയുന്ന പൈസ എനിക്ക് വലുതല്ല. നീ എന്റെ ഫ്രണ്ടല്ലേ, കാരണം എനിക്ക് അവരെന്റെ ആരുമല്ല. അതുകൊണ്ട് നീ പറയുന്ന എനിക്ക് വിശ്വാസം എന്നൊക്കെ പറയണം ശരത്തിനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു, അത് കുഴപ്പമില്ല ഏട്ടാ, എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ മീര ശ്രുതിയും കൂടെ നേരെ അയാളെ കാണാനായിട്ട് ചെല്ലുവാണ്. അഭിനയിക്കാന്ന് പറഞ്ഞ് അയാളെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ കൈ കുറെ കവറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ ചോദിച്ചു, ഇതെന്താ? ഇതെനിക്ക് ഇടാനുള്ള കോസ്റ്റ്യൂം ആണെന്ന് ചോദിക്കാം. ഇത് കോസ്റ്റ്യൂം ഒന്നും അല്ല, പിന്നെന്താ? അത് പിന്നെ ആ വീട്ടിലേക്ക് വരുന്ന സമയത്തെ അവിടെ ഇവളുടെ ഹസ്ബൻഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഹസ്ബൻഡിന്റെ കൈ കൊടുക്കാനുള്ള സാധനങ്ങളാന്ന് പറയണം. ഇതൊക്കെയോ? അതെ. പിന്നീട് എന്ത് ചെയ്യാണ്? ഒരു ജ്വല്ലറിയുടെ ബോക്സ് എടുത്തു. ഇത് ഹസ്ബൻഡ് കയ്യെ കെട്ടിക്കൊടുക്കാനുള്ള ചെയിനാന്ന് പറയണം. ആഹാ കൊള്ളാലോ. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാം നല്ല പക്കായായിരിക്കണം, ഒന്നിനും ഒരു കുറവ് വരത്തില്ല. പിന്നെ ചേട്ടന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഡ്രസ്സ് മേടിക്കാനുള്ള പൈസ ഇന്നാന്ന് പറഞ്ഞ് കുറച്ച് പൈസയും കൂടെ എടുത്ത് കൊടുക്കുകയാണ്. അറിയാലോ കാര്യങ്ങളൊക്കെ ഒന്നും ഒരു കുറവും വരത്തില്ല, ചേട്ടൻ പറഞ്ഞ പണം തന്നെ തരും അഭിനയിക്കുന്നതിന്. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയണം. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടാണ് ശ്രുതിയും മേരിയും കൂടെ അവിടുന്ന് പോരുന്നത്. ഈ സമയം ശ്രുതിയെ കാണാതെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചന്ദ്രമതി. ചന്ദ്രമതി എന്നിട്ട് ശ്രുതിയോട് ചോദിച്ചു, ഇതെന്താടാ അവൾ ഇതിലായിട്ടും വരാത്തെ? എന്താണെന്ന് അറിയില്ലമ്മേ, ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് വിളിച്ചു നോക്കി, അപ്പൊ നേരത്തെ ഇറങ്ങിയെന്നാ പറഞ്ഞെന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ശ്രുതി വീട്ടിലേക്ക് വരുവാ. ശ്രുതിനെ കണ്ടാൽ ചന്ദ്രമതി ചെന്നിട്ട് ചോദിച്ചു, എന്താ മോളെ നീ എന്താ എത്ര വൈകിയെന്ന് ചോദിക്കാം. അമ്മേ എനിക്ക് തിരക്കുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറയാം, നീ ബ്യൂട്ടി പാർലർ ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം. ഓഹോ, അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും വിളിച്ചു ചോദിച്ചോന്ന് ചോദിക്കാം. ഞാൻ ഒരു ക്ലയന്റിനെ കാണാൻ പോയേക്കുമായിരുന്നു, അവിടെയായിരുന്നു പറയണേ, ബ്യൂട്ടി പാർലർ ഇല്ലായിരുന്നു. അതിന് ഇത്തിരി സമയം എന്നെ കണ്ടില്ലെന്ന് വെച്ചോണ്ട് എന്നെ ഇങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അല്ല അത് പിന്നെ മോളെ ഇന്നാളും മോളെ കാണാതെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതി ശരി ആയിക്കോട്ടെ. അല്ല മോളുടെ അച്ഛനെങ്ങാനും വിളിച്ചോ, അവരാരും വരുമോന്ന് ചോദിക്കുകയാണ് വീട്ടിൽ നിന്ന്. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അച്ഛൻ വരില്ല, പക്ഷെ ഇളയച്ചൻ വരുമെന്ന് പറയണേ. ഇളയച്ചൻ ഇന്നാൾ വിളിച്ച അരവിന്ദന, അയാളാണ് വരുന്നതെന്ന് ചോദിക്കണം. അതെ ഇളയച്ചൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. എന്തെന്നില്ലാത്ത സന്തോഷം. ആഹാ അത് കൊള്ളാലോ മോളെ. അപ്പൊ എന്നത്തേക്ക് വരുന്നേ? അടുത്ത ദിവസം വരുമെന്ന് പറയണം. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആ കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത ശ്രുതി, നീ പോയി എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകണമെന്ന് പറയാം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അത് വേണ്ട അമ്മ. അതെന്താ? അതെ ഇളയച്ചൻ നേരെ വരുന്നേ, അങ്ങോട്ട് പോയിക്കോളാന്ന് പറഞ്ഞു അച്ഛമ്മയുടെ അടുത്തേക്ക്. അച്ഛമ്മയുടെ എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടുള്ള ലൊക്കേഷൻ മാപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി, ഇളയച്ചൻ അങ്ങോട്ട് വന്നോളും, നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് കാണാന്ന് പറയാം. എന്നാലും മതി, കുഴപ്പമില്ലോ എന്ന് പറയാണ്. അവിടെ വെച്ചെങ്കിൽ അവിടെ വെച്ച് വരുമല്ലോ അല്ലേ, ഉറപ്പാണല്ലോ അല്ലേന്ന് നിൽക്കുക. വരുമെന്ന് പറയാണ്. ഇതിൽ ഒരു സന്തോഷം വേറെ കിട്ടാനുണ്ടായിരുന്നില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതി സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അല്ല അത് പിന്നെ ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നുണ്ടെന്ന്. ഇളയച്ചനോ? ആഹാ അത് കൊള്ളാലോ. ഇങ്ങോട്ടാണോ വരുന്നതെന്ന് ചോദിക്കുക. ഇങ്ങോട്ടല്ല, ഇതേ നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നേക്കാന്നാ പറഞ്ഞെന്ന് പറയണം. അതെന്താ അങ്ങോട്ട് വരുന്നേ? അല്ല അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു ഇളയച്ചൻ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ലെന്ന് ശ്രുതി പറയാണ്. എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പൊങ്കലിന് വേണ്ടി വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോണ സമയത്ത് അവിടെ വെച്ച് കാണാന്ന് ഇളയച്ചൻ പറഞ്ഞിരിക്കുന്നു പറയാം. എന്നാ ശരി നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടേക്ക് പോയേക്കാന്ന് പറയാണ്. പിന്നീട്
ചന്ദ്രമതി പറഞ്ഞതേ ഒരു കാര്യത്തിനും ഒന്നിനും കുറവ് വരുത്തൊന്നും ചെയ്യരുത്. മലേഷ്യയിൽ നിന്ന് വരുന്ന ഇളയച്ചനാന്ന് പറയണേ. ഇത് കേട്ട രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് മലേഷ്യ എന്ന് പറയുന്നത്? അതിന്റെ കാര്യമുണ്ടെന്ന് ചോദിക്കുക. പിന്നെ മലേഷ്യയിൽ നിന്ന് വരുന്നവരെ മലേഷ്യ എന്നല്ലേ പറയണ്ടേ എന്ന് ചോദിക്കുകയാണ്. ശ്രുതി പറഞ്ഞു, അതെ ഇളയച്ചൻ ഉടനെ തന്നെ വരുമെന്നാ പറഞ്ഞേ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന അച്ഛാ പറഞ്ഞെന്ന് പറയണം. ആ ശരി, ഉടനെ വരട്ടെ എന്ന് പറയണം. പിന്നെ ചെയ്തു തരേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരണമല്ലോ, അതും കൂടെ കൊണ്ടാണ് ഇളയച്ചൻ വരുന്നത്. അല്ല അച്ഛൻ വരത്തില്ലെന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ. അത് പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു, അച്ഛൻ വരത്തില്ല എന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു, അച്ഛൻ ലണ്ടന് പോയെന്ന് പറയണേ. ലണ്ടനോ? അപ്പൊ കഴിഞ്ഞ ദിവസം ശ്രുതി പറഞ്ഞ് ജർമ്മനിക്ക് പോയെന്നല്ലേ പറഞ്ഞെന്ന് ചന്ദ്രമതി ചോദിക്കണം. അത് പിന്നെ അമ്മ ജർമ്മനിക്ക് പോയായിരുന്നു, പിന്നെ ലണ്ടനിൽ പോയതാന്ന് പറയാ. ഇപ്പൊ അച്ഛൻ ലണ്ടനാ ഉള്ളതെന്ന് പറയണം. ഓഹോ അങ്ങനെ, ബിസിനസ് സംബന്ധമായ ടൂറിലാന്ന് പറയണം. ഇതിൽ പരോട് സന്തോഷം ചന്ദ്രമതിക്കില്ല. ചന്ദ്രമതിയുടെ വിചാരം എന്താ, വന്നു കഴിയുമ്പോഴത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യും, അങ്ങനെ ചിന്തയാ. അങ്ങനെ ചന്ദ്രമതിയൊക്കെ ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിപ്പോ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇത് കൂടാതെ എല്ലാ ദിവസത്തെ നാളത്തെ ഒറിജിനൽ കഥ എന്ന് പറഞ്ഞ് ഞാൻ ഒരു 2-2:30 സമയത്ത് ചാനലിനകത്ത് സച്ചിനും രേവതിയും വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.